ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പുൽക്കൂട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മിനിയേച്ചർ ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലാണ് ഈ ഒരു വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുക. ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലത്തെ കുറച്ച് മിനിയേച്ചേഴ്സ് ഉണ്ടാക്കണം. ഇതെല്ലാം തന്നെ പഴയതാണ്. അപ്പോൾ നമ്മളിതെല്ലാം പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്, ഇതിൽ ഡിസൈനിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു പാലമാണ്. പല ഡിസൈനിലും നമുക്ക് പാലം ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് നന്നായി തോന്നിയൊരു ഡിസൈനാണ് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ പാലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടും. പ്ലെയിൻ ആയിട്ട് ഇതുപോലത്തെ വാങ്ങുന്നതാവും നല്ലത്, കാരണം കളർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. എനിക്ക് ആവശ്യം ഇത്രയും പീസസ് ഞാൻ അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് സ്ട്രിപ്സും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഞാൻ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് പാലം നിർമ്മിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആ ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 സ്റ്റിക്സ് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റെയിൽ പാളൊക്കെ കാണുന്ന രീതിയിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റൊക്കെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഫെവിക്കോൾ വെച്ചിട്ടായാലും നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ഇത്തിരി സമയമൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതുപോലെ ഹോട്ട് ഗ്ലൂ സൈഡിൽ കൊടുത്ത ശേഷം ഇതുപോലെ ഒരു പീസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഉണങ്ങിയ ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ഹാൻഡിൽ പിടിപ്പിച്ചു കൊടുക്കണം. ഇതിനായിട്ട് 3 പീസ് ഐസ്ക്രീം സ്റ്റിക്കാണ് നമുക്ക് 3 പീസ് നമ്മൾ ഹാഫ് ആക്കിയിട്ട് ഇതുപോലെ ചെറിയ 3 പീസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് 2 സൈഡിലും. 3 പീസ് വരെ നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സ്റ്റിക്കിൽ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ വേറെ ഒരു 4 പീസ് ഇതുപോലെ തന്നെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡ് ഭാഗത്ത് ഇതുപോലെ താഴെയായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെരിച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇത് പാലത്തിൻ്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കയറി ചെന്നിട്ട് നിൽക്കേണ്ട ബേസാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ഇത് 4 പീസ് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് പോലെ കയറി പോകാനായിട്ടുള്ള പീസസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലേണ്ട സ്റ്റെപ്പുകൾ ഇതുപോലെ എല്ലാം തന്നെ 2 സൈഡിലും ഫിക്സ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ 2 ഹാൻഡിൽ നമുക്ക് കൂടുതൽ ലാസ്റ്റ് ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഫിക്സ് ചെയ്ത് കൊടുത്തു. മൊത്തം 5 എണ്ണം വെച്ചിട്ടാണ് ഒരു സൈഡിൽ ഹാൻഡിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാം. ഞാനൊരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അരികു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ബ്ലാക്ക് കളറും കൂടി ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മരത്തിൻ്റെ ഒരു ഡിസൈൻ പോലെ തോന്നത്തക്ക രീതിയിൽ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പെയിൻറ്റ് ഫുള്ളായിട്ടും ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കത് ഉണങ്ങിയ ശേഷം ഒരു ചാക്ക് ചരട് ഇതുപോലെ എടുത്തിട്ട് ഹാൻഡിലിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുക. നൂലാണെങ്കിൽ അതായാലും മതി. ചാക്ക് ചരടാകുമ്പോൾ കുറച്ചും കൂടി ഒരു കയറിൻ്റെ പോലെ ഒരു ഫീല് കിട്ടും. 2 സൈഡിലും അങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മളിതേ പാലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ വല്ലാതെ ഇങ്ങനെ റാഷ് ഷേപ്പുള്ള പോലെയായിരുന്നു. ഇത് ചെറിയൊരു ലാൻഡിങ്ങോട് കൂടി ഒരു പാലമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അത് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഉന്തുവണ്ടിയാണ്. അതിൽ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് തന്നെ ഉപയോഗിക്കുന്നത്. ഈ ഒരു കാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 പീസ് ഇതുപോലെ നീളമുള്ള ഐസ്ക്രീം സ്റ്റിക്സ് വേണം. പിന്നെ നമ്മൾ ഒരു 3 ഐസ്ക്രീം സ്റ്റിക്ക് ഹാഫ് ആക്കിയതുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 എണ്ണം നമ്മൾ നീളനെ ഉള്ളതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഹാഫ് ആക്കിയിട്ടുള്ള പീസസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ കാർട്ടിൻ്റെ 2 സൈഡായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഇതേപോലെ തന്നെ 2 സൈഡും നമ്മൾ ഈ സെയിം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്ത് ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുന്നതാവും നല്ലത്, കാരണം ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പ് നമുക്ക് അത്ര ഒരു പെർഫെക്ഷൻ കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മുടെ 2 സൈഡും കാർട്ടിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചക്രങ്ങൾ നമുക്ക് 2 റൗണ്ട് കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കാർട്ട് മുഴുവനായിട്ടും കാർഡ്ബോർഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഈസിയാണ്. എന്നാലും ഇതാണ് കുറച്ചും കൂടി എനിക്ക് മരത്തിൻ്റെ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. ഇനി സ്ക്വയർ പീസ് ഉള്ളതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസുള്ള ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് കാർട്ടിൻ്റെ ബേസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്തു. ഇതുപോലെ ഒരു ബോക്സ് പോലെ തോന്നും, കണ്ടില്ലേ? ഇനി അതിൻ്റെ ബാക്ക് സൈഡും കൂടി നമ്മളൊന്ന് ക്ലോസ് ചെയ്യാം. ബാക്ക് സൈഡ് ക്ലോസ് ചെയ്ത ശേഷം സൈഡിലുള്ള ചക്രങ്ങൾ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതുമ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ചക്രത്തിൻ്റെ ഡിസൈൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യണത്. ഇനി അതിൻ്റെ ഹാൻഡിലും കൂടി ഇതുപോലെ താഴ്ഭാഗത്ത് ബോക്സിൻ്റെ പിടിപ്പിച്ചു കൊടുത്തു. ഈ കാണുന്ന രീതിയിലാണ് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതുണ്ടായിരുന്നത്. ഇനി നമുക്കത് കളർ ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈറ്റ് ബ്രൗൺ പെയിൻറ്റ് നമ്മൾ കളർ ചെയ്യുക.
അതിൻ്റെ അരികു ഭാഗത്തൊക്കെ ബ്ലാക്ക് കൊണ്ട് നമുക്കൊരു ഡിസൈൻ ഇതുപോലെ ഷെയ്ഡിങ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ചക്രത്തുമ്മി നമുക്ക് ബ്ലാക്ക് കൊണ്ട് തന്നെ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചക്രത്തിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അതുപോലെ ബ്ലാക്ക് കൊണ്ട് തന്നെ വരച്ചിട്ടൊക്കെ ഷെയ്ഡിങ് പോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കാർട്ടിൻ്റെ ഉള്ളിൽ വൈക്കോലോ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പുൽക്കൂട്ടിൽ ഇങ്ങനെ സൈഡിൽ ഇത് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കാർട്ട് അപ്പോൾ ദേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മരമൊക്കെ വെച്ചിട്ട് വലിച്ചുകൊണ്ട് പോകാനാണ് ഈ കാർട്ട്. നമ്മൾ മരങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറൊരു സ്ഥലം വേണ്ട, അതിനാണ് ഈ ഒരു സ്റ്റാൻഡ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്കിനി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് തന്നെ ഒരു 4 പീസ് എടുക്കാം കേട്ടോ. ആദ്യം 2 പീസ് ഇതുപോലെ ഒരു എക്സ് പോലെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി കയറ്റിയിട്ടാണ് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2 പീസ് ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതേപോലെ 2 പീസ് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഈ 2 എക്സ് പോലെ ഉണ്ടാക്കിയ ഷേപ്പിന് അതിൻ്റെ മുകളിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു സ്റ്റിക്കും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കറക്റ്റായിട്ട് അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും, വീഴാതെ ഇരിക്കും. ഇതിങ്ങനെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഈ ഒരു നമ്മുടെ മരങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന പരിപാടി. ഇനി നമുക്കതിൻ്റെ കളറിങ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ പെയിൻറ്റ് തന്നെയാണ് കളർ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡറും ഇതിന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുൽക്കൂട്ടിൽ വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ആലോചിച്ചൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ബ്ലാക്ക് കളർ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു മരം വയ്ക്കുന്ന സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തൊരു ഐറ്റം ഇതെൻ്റെ മക്കൾ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ പുൽക്കൂട്ടിലേക്ക് വേണ്ടിയിട്ട്. സാധാരണ അതിങ്ങനെ വെക്കാറൊന്നുമില്ല. നമ്മൾ പുൽക്കൂട്ടിൽ വീടുകളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ആ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ എൻ്റെ മക്കൾ ചോദിക്കുക. അപ്പോൾ അവർക്ക് കളിക്കാനായിട്ട് ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 2 ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഇത്തിരി കയറ്റിയിട്ട് ഇതുപോലെ ഊഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മളൊരു പാർക്കിലൊക്കെ കാണില്ലേ ഊഞ്ഞാൽ, അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നേരത്തെ ഉണ്ടാക്കി അതേപോലെ തന്നെ, പക്ഷേ കുറച്ചും കൂടി കയറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു ഹെക്സിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഊഞ്ഞാലൊക്കെ കെട്ടുന്ന പോലെ ഒരു ചരടിൽ ഒരു സ്റ്റിക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഈ ഒരു ഇതുമ്മയ്ക്ക് കെട്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ചെറിയൊരു പീസ് ഐസ്ക്രീം സ്റ്റിക്കുമ്മയ്ക്കാണ് ഞാനൊരു ചാക്ക് ചരട് വെച്ച് കെട്ടിയിട്ടാണ് ഈ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തത്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മക്കളോട് ഇതുപോലെ ഐഡിയാസൊക്കെ ചോദിച്ചാൽ അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, അവർ പറഞ്ഞു തരും. ഇത്രയും കൂടി കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെയായിരിക്കും പുൽക്കൂട് ഫുൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡിയാസൊക്കെ കഴിയും, അപ്പോൾ അവർ പുതിയത് പറഞ്ഞു തരുമായിരിക്കും. അങ്ങനെ നമ്മുടെ ബെത്ലഹേമിലുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഊഞ്ഞാൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ബെത്ലഹേം സിറ്റിയിലുള്ളൊരു ഷോപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു ചെറിയൊരു കട. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ 4 കോർണറിൽ ഓരോ സ്റ്റിക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് വേറെ ഒരു സ്റ്റിക്കാട്ടോ, ഐസ്ക്രീം സ്റ്റിക്കല്ല. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. 2 ഇത്തിരി ഹൈറ്റ് കൂടിയതും 2 ഇത്തിരി ചെറുതാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞൊരു കടയാണ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ അതിൻ്റെ മേൽക്കൂര ഇത്തിരി ചെരിഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ 2 സ്റ്റിക്കും വെച്ചത്, 2 അളവിൽ വെച്ചത്. ഇനി ഞാൻ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ മേൽക്കൂര പോലെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. 4 സ്റ്റിക്കുമ്പോൾ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അത് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മേൽക്കൂരയും കൂടി ഫിക്സ് ചെയ്തു. നിങ്ങൾക്ക് അതിൻ്റെ പീസ് ഇത്തിരി കൂടുതലായിരുന്നു, അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതുപോലെയും വേണമെങ്കിൽ മുൻപിലോട്ടും വയ്ക്കാം ഈ ഒരു കട. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മറ്റേ വശവും 2 സൈഡും ഏതാ വെച്ചാൽ വെക്കാം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഗ്രില്ല് പോലെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് അതിന് പിടിപ്പിക്കാം. എക്സ്ട്രാ കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി ഞാൻ കടയിൽ തട്ടുണ്ടാവില്ലേ, സാധനങ്ങളൊക്കെ വെക്കണ്ടേ, പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനുള്ളിൽ വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തട്ടും ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഇത് ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച അതേ പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങളൊക്കെ മക്കളോട് പറയണം, എന്തെങ്കിലുമൊക്കെ മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. അവർക്ക് നേരെ ഉണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നേരെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചോട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ കട റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രീ ഹൗസാണ്, അല്ലെങ്കിൽ ഏറുമാടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീടാണ് അതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. നമ്മൾ കാർട്ടൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു മേൽക്കൂര ഇതുപോലെ വെച്ച് കൊടുത്തു. ഇത് ഫുള്ളായിട്ടും കളർ ചെയ്തെടുക്കുക. ട്രീ ഹൗസിന് വേണ്ടിയിട്ടുള്ള വീട് ഉണ്ടാക്കാൻ അത്യാവശ്യം എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയെടുക്കണം, അതാണ് ഇത്തിരി പണി. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഏറുമാടത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു കയറുമ്മയുള്ളൊരു മോഡൽ സ്റ്റെപ്പായിരിക്കും ഇങ്ങനെ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് നമുക്ക് അടുത്തത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചാക്ക് ചരട് ഇതുപോലെ വലിച്ചിട്ട് ഞാനിത് ഇങ്ങനെ ഒന്നൊരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ. കാരണം ഈ ചരട് ഇങ്ങനെ ചുരുണ്ട് പോകണം അതുകൊണ്ട്. ഇനി സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ കാർഡ്ബോർഡ് സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കനം കുറഞ്ഞ കാർഡ്ബോർഡ് ഷീറ്റ് മതി.
2 ചാക്ക് ചരടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടും നമുക്ക് പാലത്തിൻ്റെ വേണ്ട അളവ് എത്ര വെച്ചാൽ, പാലല്ല കോണി എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വീതിയിൽ വെക്കുക. അതിനുശേഷം ഗ്ലൂ ചെയ്ത് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒരു റെയിൽവേ ട്രാക്കൊക്കെ പോണ പോലെ കണ്ടില്ല, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഹോട്ട് ഗ്ലൂ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താഴോട്ട് ടേബിളുമ്മയ്ക്ക് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് എടുക്കാൻ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തിരീശ ഗ്ലൂ ചെയ്തിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറുവശം വെച്ചിട്ട് അതിൽ ഒട്ടിച്ചാൽ മതി. ഞാനിങ്ങനെയാണ് ചെയ്തത്. ഇനി ഇതേ നമ്മുടെ കോണി ഫുള്ളായിട്ട് റെഡിയായി. ഇനി ഞാനത് ഹോട്ട് ഗ്ലൂ ചെയ്തിട്ട് വീടുമ്പേക്ക് ഒട്ടിച്ചു കൊടുത്തു. അതിന് മുകളിൽ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ അത് നല്ല ബലത്തിൽ ഇരുന്നോളും, വിട്ടു പോരാതെ. അങ്ങനെ ദേ നമ്മുടെ പാലുണ്ടാക്കി കഴിഞ്ഞു. ഇത് വലിയൊരു പാലല്ല കേട്ടോ, സോറി, കോണി റെഡിയായി. ഇനി ഞാനിത് ഫുള്ളായിട്ടും കളർ ചെയ്തെടുക്കുകയാണ്. നമ്മളൊരു മരം എടുത്തിട്ട്, മരത്തിൻ്റെ ഒരു ചില്ല എന്തെങ്കിലും ചെറുത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ വീട് വെച്ച് കൊടുത്തിട്ട് പുൽക്കൂടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 4 വർഷം മുൻപ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 4 വർഷവും അത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം എടുത്തപ്പോഴേക്കും അത് ഏകദേശം നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പുതിയത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് എൻ്റെ കുഞ്ഞു മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഏറുമാട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. കഴിഞ്ഞ വർഷം അത് വെക്കാതായപ്പോൾ അവൾക്ക് ആകെ വിഷമമായിട്ടാണ്. അതുപോലെ തന്നെ പുൽക്കൂട്ടിൽ വയ്ക്കാൻ വീടുകൾ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ. കാർഡ്ബോർഡ് ബോക്സുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഏത് കളറാണ്, അപ്പോൾ ഞാൻ വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡ് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിൽ വാതിലും ജനാലയൊക്കെ കട്ട് ചെയ്തെടുത്തു ഇതുപോലെ. പിന്നെ നമുക്കതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ച് ഇതുപോലെ ഒരു വീടിന് ഡിഫറൻറ്റ് ഷേപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ ലൈറ്റിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മളൊരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഈ വീടുകളുടെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളതൊരു ബോക്സ് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റും ഒരു പൂന്തോട്ടം പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ വെക്കാവുന്നതാണ്. എല്ലാ വീടുകളും വലിയ വലിയ വീട് ഉണ്ടാക്കണം എന്നില്ല. ചില വീടുകൾ ചെറുതും ചിലത് വലുതൊക്കെ ഉണ്ടാക്കാം. എന്തെന്ന് വെച്ചാൽ പുൽക്കൂടിൻ്റെ അടുത്തിരിക്കുന്ന ഐറ്റംസൊക്കെ കുറച്ച് വലുതും ദൂരേക്ക് മാറും തോറും ചെറുത് വെക്കുന്നതാവും നല്ലത്. ഇതുപോലെയുള്ള വീടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പുൽക്കൂട്ടിൽ നമ്മൾ ആട്ടിൻകുട്ടികളൊക്കെ ഒരു വേലിയുടെ ഉള്ളിലായിരിക്കും നിൽക്കാറ്. അപ്പോൾ ഇങ്ങനെയുള്ള വേലി ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒരു കോണിയോ അല്ലെങ്കിൽ ഒരു ബോക്സ് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ നേരത്തെ കാണിച്ച അതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പുൽക്കൂടിൽ വയ്ക്കാനുള്ള കിണർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് മണ്ണ് നമ്മൾ മാറ്റിയിട്ട് സെൻറ്ററിൽ ഒരു പാത്രം വയ്ക്കുക. പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ ഫുള്ളായിട്ട് ഒരു ബ്രൗൺ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം നമ്മൾ. അതിനുശേഷം കുറച്ച് ചെളി കുഴച്ചെടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പൊത്തി വെച്ചാൽ ശരിക്കും പഴയ കാലത്തെ കിണർ പോലെ തോന്നും. പിന്നെ നമ്മൾ രണ്ട് സ്റ്റിക്കുകൾ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് കിണറിൻ്റെ അളവനുസരിച്ച് നമ്മളത് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഒരു ചാക്ക് ചരടുമ്മേ ഒരു ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലും നമ്മൾ ഇതുപോലെ തൂക്കിയിടാം. ആ ഒരു സ്റ്റിക്ക് ഒട്ടിക്കുന്നതിന് മുൻപ് നമുക്ക് വലിക്കാനുള്ള പുള്ളി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കടത്തിയിട്ടിടണം. അപ്പോൾ അതിന് ഞാനൊരു പൈപ്പിൻ്റെ പീസാണ് അതിൽ കൂടെ കടത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു സിമ്പിൾ കിണർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്രത്തോളം ഐറ്റംസാണ് ഞാൻ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെയുള്ള ഐറ്റംസ് പുതിയതൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാൻ എന്നോട് കമൻറ്റിൽ പറയും വേണം. അപ്പോൾ അടുത്ത ക്രിബിൻ്റെ ദിവസത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.